വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. രാവിലെ കുറച്ച് നേരത്തെ എണിച്ചു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ലേറ്റായിട്ട് എണിക്കാറ് കേട്ടോ. ഇന്നൊരു 8:30 ആയപ്പോൾ എണിച്ചു. ഇപ്പോൾ ഇവിടെ രാവിലെ വൈകുന്നേരമൊക്കെ കുറച്ച് തണുപ്പൊക്കെ ഇങ്ങോട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. തണുപ്പ് ഈ പ്രാവശ്യം നല്ല തണുപ്പാന്നൊക്കെയാണ് പറയണത് കേട്ടത്. കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കണവർ കേട്ടോ, മുന്നേ താമസിച്ചവരൊക്കെ. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ തണുപ്പ് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ചൂട് പിന്നെയും കുഴപ്പമില്ല തോന്നും. അങ്ങനെ നമ്മൾ രാവിലെ എണിച്ച് ആദ്യം ഞാനൊന്ന് ബാൽക്കണിയിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കും കേട്ടോ. ബാൽക്കണിയിൽ പോയി നിൽക്കാറ് എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ സങ്കടവും ദേഷ്യമൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ബാൽക്കണിയിൽ പോയി ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഓരോ വഴി കൂടെ പോണവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ചെടികളും ഇങ്ങനെ മുളകുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ പ്രാവ് കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒന്നിനെ കാക്ക പിടിച്ചിട്ട് പോയി. എനിക്ക് കാക്കയാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല പരുന്തെങ്ങാനും ആയിരിക്കുമെന്ന് കേട്ടോ. ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഇങ്ങനെ ബ്ലഡൊക്കെ ആയി കിടക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രാവിനെ കാണാനില്ല. പാവം തോന്നിട്ടോ. വലുതാകുമ്പോൾ പറന്ന് പോയിക്കോട്ടെ പറഞ്ഞിട്ടോ. നമ്മൾ വളർത്തണമെന്നല്ലല്ലോ. അവിടെ വന്ന് മുട്ടയിട്ടു ഇരുന്നു. പിന്നെ മുട്ടയെടുത്ത് ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാപം കിട്ടില്ലേ. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പോയില്ല. വിരിഞ്ഞു കഴിഞ്ഞാൽ അവർ തനിയെ പോയിക്കോളും വിചാരിച്ചു. അങ്ങനെ വന്നാട്ടോ. അപ്പോൾ ഒരു പ്രാവുംകുട്ടി മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എന്നിട്ട് ഈ 2ാമത്തെ പ്രാവുംകുട്ടീനെയും പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ബാൽക്കണിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ കാക്കയാണ് വന്ന് പിടിക്കണത്. പാവം തോന്നി. എന്നിട്ട് ഞാൻ വേഗം ഓടിച്ചു വിട്ടു. പിന്നെ കാക്ക ഇത് വന്നിട്ടില്ല, പിടിച്ചിട്ട് പോകുന്നറിയില്ല. അങ്ങനെ എണിച്ച് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രാവ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വലിയ ഒരു രസമില്ലാത്തതാണ് അടുക്കളയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തീർന്നു പോയി. തലേ ദിവസം ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ഉള്ളതുകൊണ്ട് അതിലാണ് എല്ലാം വെക്കണത് കേട്ടോ. ഇൻഡക്ഷനിൽ വെക്കാനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇഡ്ഡലി പാത്രവും അതിൽ വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പറ്റിയ ഞാൻ കുറേ ആലോചിച്ച് എന്തുണ്ടാക്കാം. അപ്പോൾ കുറേ നാളായി നമ്മുടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട്. തക്കാളി ചമ്മന്തിയില്ലേ, അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കുറേ പേരൊക്കെ ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് മിൻറ്റ് വേണം കേട്ടോ. അപ്പോൾ അത് നൈനുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവൾ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ അതിൽ ആവി ഇങ്ങനെ കൂടിപ്പോയിട്ട് നേരെ അടയ്ക്കാനിട്ട് ഒന്നും പാത്രം അങ്ങോട്ട് തുറന്നു വന്നു. പേടിച്ച് പോയിട്ട് ഞാൻ. കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെന്താ, അത് ചമ്മന്തിയുടെ ആയില്ലല്ലോ. ആകെ ഒരു ഇൻഡക്ഷനല്ലേ ഉള്ളൂ. ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് വെക്കണത്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര അരിഞ്ഞാൽ. പിന്നെ തക്കാളിയും കൂടി അരിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെന്താ പിന്നെ ഞാൻ പറയാം. ഇത് നമ്മൾ ഇഡ്ഡലി എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഒരു ചട്ടി എടുക്കാം കേട്ടോ. ചട്ടി എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ അല്ല തോന്നുന്നു ഒഴിച്ചത്. കാരണം ഇവിടെ വെളിച്ചെണ്ണ കുറച്ചുള്ളൂ എൻ്റെ അടുത്ത്. ഞാൻ തീർക്കേണ്ട വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിൽ നമ്മൾ ഉഴുന്ന് പരിപ്പില്ലേ അതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒരു 5-6 അല്ലി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ഇടണം. പിന്നെ സവാളയും പിന്നെ നമ്മൾ ഉണക്കമുളക് ഇടണം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല വഴറ്റൊന്നും എടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായി ഒന്ന് ആടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എത്രയാണോ തക്കാളി ഉണ്ട് അത്ര ഇടാം കേട്ടോ. ഞാനൊരു 3 തക്കാളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ടോളൂ. ഉപ്പും കൂടി ഇട്ടുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. വാടി വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണൊക്കെ മുന്നേ നമ്മൾ തേങ്ങ ചിരകി വെക്കണം കേട്ടോ. തേങ്ങ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ചെറുതായി ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ മുന്നേ ഉപ്പ് ഇട്ടു എന്നാണ് വിചാരിച്ചത്. ഉപ്പ്, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആ പച്ചക്കുത്തിൽ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ യൂസ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ ഞാൻ കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിന് നല്ല എരിവുണ്ടാവും.
പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണേ. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് ഇതൊരു മിക്സിയുടെ ജാറിക്ക് മാറ്റാം. എൻ്റെ ചൂടാറിയില്ല കേട്ടോ, സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. മല്ലിയില പുതിനയിലൊക്കെ കുറച്ച് കൂടുതൽ ഒരു പിടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. എന്നിട്ട് വെള്ളം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ, കടുക്, പിന്നെ മറ്റേ പരിപ്പിലൂന്ന് പരിപ്പ്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെന്താ ഇത്രേ ഉള്ളൂ തോന്നുന്നു. ഇതിട്ടിട്ടൊന്ന് വാട്ടി ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് എണ്ണ ചേർക്കാം കേട്ടോ. അല്ല, ഇത് നമ്മൾ അരച്ച് വെച്ച സംഭവം കൂടി ചേർക്കാം. ഞാൻ കുറച്ച് തിക്കല്ല ലൂസായിട്ടാട്ടോ എടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇങ്ങനെ പച്ചപ്പൊത്തിൽ മാറിന് വരെ ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചായ കുടിക്കില്ല. അതിൻ്റെ ഇടയിൽ പാലൊക്കെ തിളച്ച് ഇൻഡക്ഷനിലൊക്കെ പോയി എനിക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ 2 കോഴികൾ അവിടെ എന്തൊക്കെയോ ഇരുന്ന് കാട്ടിക്കൂട്ടുണ്ട്. പിന്നെ ചായ കൂടി ഞാൻ നിർത്തി. 1 മാസം ആവാറായി ചായ കൂടി നിർത്തിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു 5 നേരമെങ്കിലും ചായ കുടിക്കുന്ന ആളായിരുന്നു. ചായ ഇല്ലാതെ പറ്റില്ല. ഒന്നെങ്കിൽ ചായ വേണം, കാപ്പി വേണം. ഇപ്പോൾ 2 അങ്ങനെ കുടിക്കലില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാനിങ്ങനെ കാപ്പി ഉണ്ടാക്കിയിട്ട് ബിസ്ക്കറ്റ് എന്തെങ്കിലും ഇങ്ങനെ മുക്കി കഴിക്കും. വല്ലപ്പോഴും കഴിക്കാനേ പേടിയാണ് കേട്ടോ. കാരണം എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ്. എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ തന്നെ എനിക്ക് തോന്നി ഇതിങ്ങനെ ചായയൊന്നും കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ ഞാൻ തന്നെ സ്വയം എടുത്തൊരു തീരുമാനമാണ് കേട്ടോ ചായ കൂടി നിർത്താമെന്ന്. അങ്ങനെയാണ് എടുത്തത്. ഇപ്പോൾ എനിക്ക് ഗ്യാസ് ഇല്ല, ഒരു കുഴപ്പമില്ല. ഗ്യാസൊക്കെ വന്ന് എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് നല്ല തലയൊക്കെ വേദനിക്കും, വൊമിറ്റ് ചെയ്യാൻ വരും. അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇപ്പോൾ നിർത്തി. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് നിർത്താൻ പറ്റും. അതിപ്പോൾ ആർക്കായാലും, കള്ളുകൂടിയന്മാർക്കായാലും അവർ വിചാരിച്ചാലേ നിർത്താൻ പറ്റുമോ. അല്ലാതെ നമ്മൾ പോയി കള്ളുകൂടി നിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തൂല. നമുക്ക് തോന്നണം അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തനിയെ നിർത്തും കേട്ടോ. പറഞ്ഞ് നമ്മളിവിടെ എത്തി. ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി കേട്ടോ. എല്ലാം നമ്മൾ ഇൻഡക്ഷനിൽ വെക്കണതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു. അതും ചോറൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഡക്ഷൻ മറ്റേ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് വലിയ ടൈമില്ല. ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കാമല്ലോ. പിന്നെ ഞാൻ ക്യാബേജും നമ്മുടെ ക്യാരറ്റും കൂടിയിട്ടൊന്ന് ഉപ്പേരി വെച്ചു കേട്ടോ. പിന്നെ ഞാനിത് ഇൻസ്റ്റയിൽ കണ്ടൊരു സംഭവമാണ്, വഴുതനങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി, മുളക് പൊടി അതൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മൾ പേരയ്ക്ക കുറച്ചുണ്ടായിരുന്നു, അത് മുളക് പൊടി കൂട്ടി തിന്നു. അത്രേ ഉള്ളൂ. ഇനി സ്പെഷ്യലായിട്ട് ഒന്നുമില്ല കേട്ടോ. സൺഡേ ആയിട്ട് ഉമേഷിനാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. രാവിലെ പോയിട്ട് രാത്രിയാണ് കയറി വന്ന ആൾ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.